നമ്മുടെ മൈഥിലിക്കുട്ടിയാ വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം മൈഥിലിക്കുട്ടി ഓൺ സ്റ്റേജ്. മീനൂട്ടിക്കും ഒരു സന്തോഷം. അതെ അതെ, പാലായിന്ന് ഒരാളെ കാണുമ്പോ. സുന്ദരി, വെൽക്കം മൈഥിലിക്കുട്ടി. നാടൻ സുന്ദരിയും നാട്ടുപ്രമാണിയും ഇന്ന് നമ്മുടെ ടീമിലാണ്. ഓ പച്ച, നമ്മുടെ ടീമാണ്. ടീം ഗ്രീൻ. ഗ്രീൻ ഹൗസ്. ഓ ഗ്രീൻ ഹൗസ്. ഞാൻ ഞങ്ങള് റെഡ് ഹൗസിന്റെ ആൾക്കാരാ. മകളെ, എന്തോ എന്താണ് പാലാ വിശേഷം? പാലായിലില്ല, പക്ഷെ മാഞ്ഞൂര് വിശേഷമുണ്ട്. എന്റെ അമ്മ വീടാണ്. അപ്പോ ഞങ്ങള് ഒരു ദിവസം ഫാമിലി എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. എന്റെ അമ്മയുടെ അച്ഛൻ അവരൊക്കെ 11 മക്കളാ. അവരുടെ എല്ലാവരുടെയും പേര് കേൾക്കണം. ശാന്തമ്മ, പൊന്നമ്മ, രത്നമ്മ, സരസമ്മ, മാണിയമ്മ, അങ്ങനെ പെണ്ണുങ്ങള് 8 പേര്, ബാക്കി 3 ആണുങ്ങള്. പൊന്നച്ഛൻ, തങ്കച്ചൻ. എന്റെ അമ്മയുടെ അച്ഛൻ മാത്രമാണ് സത്യൻ. പിന്നെ ഇവരുടെ ഏറ്റവും ഇളയ ആളുണ്ട്, അത് മായ എന്ന പേര്. മായമ്മ അല്ല, മായമ്മന്ന് ഞങ്ങള് വിളിക്കുന്ന മായമ്മ. എല്ലാരും വന്നിട്ടുണ്ടോ? ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. 2 പേര് ആരൊക്കെ വന്നത്? പൊന്നമ്മയും സ്വർണ്ണമ്മയും. അർത്ഥം വെച്ച് നോക്കുമ്പോ രണ്ടും ഒരാളാ. പൊന്നമ്മ, സ്വർണ്ണമ്മ. വില കൂടിയ 2 അമ്മമാരാണ് വന്നിരിക്കുന്നത്. ചേട്ടാ, അപ്പൂപ്പന് ജ്വല്ലറി ആയിരുന്നു ഞാൻ ചോദിക്കുന്നത്. സ്വർണ്ണക്കട. അതെ, ഒരു നവംബറിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ സ്റ്റോക്കിൽ പിടിച്ചിടായിരുന്നു. കുറച്ച് ബിറ്റ്കോയിൻ ഒക്കെ. എന്തായാലും അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും വന്നു, ഒരു കുടുംബമായിട്ട് തന്നെ വന്നു അല്ലേ? എല്ലാരും കൂടെ ചേർന്ന് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ മക്കളും ഉണ്ടല്ലേ? പിന്നെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? എല്ലാരും. അത് സ്വർണ്ണമ്മയുടെ മകന്റെ മക്കളാ 2 പേരും. എന്റെ പേര് ദേവാനന്ദ സുമിത്ത്. സൂപ്പർ പേരാണ്, ദേവാനന്ദ് സുമിത്ത്. പിന്നെ ഇവനുണ്ടല്ലോ നാടൻപാട്ട് പാടും. ആണോ? എന്റെ പേര് ദേവിക സുമിത്ത്. ദേവിക വിദ്യ. വിദ്യ ചേച്ചി, പൊന്നമ്മയുടെ മോള്. മനസ്സിലായി. നിങ്ങളുടെ പേരിന്റെ പുറകിലൊന്നും അമ്മ ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അല്ലെങ്കിൽ പണ്ടായിരുന്നെങ്കിൽ വിദ്യാമ്മ എന്നിട്ടായിരുന്നു. ഇവര് വിളിക്കുന്നത് അങ്ങനെയാ. ആണോ? പിന്നെ അറ്റത്തിരിക്കുന്ന ചേട്ടൻ നമ്മുടെ കസിനാ. കസിന. ഓ ശരി ശരി. പേര് ചേട്ടന്റെ? ഓക്കെ. പാട്ടേത്? ഒരു മയിൽപീലി അയങ്ങൻ. അതാണ് ഡ്രസ്സൊക്കെ മയിൽപീലി. അതെ, എനിക്ക് ഈ പാട്ടിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര രസമാണ്. എന്തോ അത് പണ്ട് റേഡിയോയിൽ വരുമ്പോഴേ, ഈ പാട്ട് റേഡിയോയിൽ വരും. അപ്പൊ ഞാനും എന്റെ അച്ഛനും ഇത് കേൾക്കാൻ കാത്തിരിക്കും. അച്ഛനും കൂടി എന്തോ. അപ്പൊ മധു ഞാനും കൂടെ ഇന്ന് എന്തോ. യെസ്, അതാണ് നമ്മുടെ വേ ഓഫ് സപ്പോർട്ടിങ് യു. സിനിമ അണിയാത്ത വളകൾ. വർഷം 1980. സംഗീതം AT ഉമ്മർ സാർ. എഴുതിയത് ബിച്ചു തിരുമല സാറ്. പാടിയത് ജാനകിയമ്മ. താങ്ക് യു. ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ
പാടുമ്പോ കേട്ടോണോ? കടലിന്റെ അടിത്തട്ട് പലതരം മീനുകൾ, ചെറിയതും വലിയതും പലതരം ഷാവുകൾ, കട്ടിക്കുട്ടി അട്ടിക്കുട്ടി വേട്ടക്കാരൻ മീനുകൾ, കുതറിയും പത്തറിയും പത്തിവായി ധോപിച്ചു മെഴുകയും പെരുകയും പിരിമല കേട്ടിയും ഉറങ്ങാതെ ഉണരത്തെ പല കഥ പാടിയും പലഹാരം സേവിച്ചു പരിഹാരം കാണാതെ പന പോലെ പൊങ്ങി പൊങ്ങി പിണക്കങ്ങൾ മാറ്റാതെ പറഞ്ഞത് ചെയ്യാതെ ചെയ്യുന്നത് പറയാതെ തെറ്റ വെച്ച് തേങ്ങുന്നത് മുതലേ മാറി മേലെ വരും ബ്രാവോ. ഒന്ന് രണ്ട് കൂട്ടിയാൽ ഒന്നാകുന്ന കൂട്ടങ്ങൾ, ഒന്നിനൊന്നായി അടിപറ്റി പല പല വേഷങ്ങൾ, കഥ കഥ പല കഥ കലപില പല പല ചുവടുകൾ, അടപ്പുകൾ പല പല വേരുകൾ, കണിവച്ചും കറിവച്ചും കഴിക്കുന്ന കൂട്ടങ്ങൾ, കഥ കളി കളി കഴിഞ്ഞെടുക്കുന്ന കാപ്പുകൾ, പിറവിയും മരണവും ഭരിക്കുന്ന വിഷയങ്ങൾ, അളുനൊക്കി തരനൊക്കി തുനിയുന്ന മേനികൾ, പറഞ്ഞത് ചെയ്യാതെ ചെയ്യുന്നത് പറയാതെ തെറ്റ് വെച്ച് തേങ്ങുന്ന മുതലേ മാറി മേലെ വരും കൊള്ളാല, അടിപൊളിയാണല്ലോ. അപ്പൊ ശ്വാസം മനസ്സിലായില്ലേ? അപ്പൊ മൈഥിലി കുട്ടി, എന്തോ your score today is 96.75 out of 100. അപ്പൊ മൈഥിലി കുട്ടി ഇത്രയും വിലപിടിപ്പുള്ള അമ്മമാരുമായി ഇവിടെ വന്നതിന് ഞങ്ങൾക്ക് പ്രത്യേക സന്തോഷമുണ്ട്. താങ്ക് യു കേട്ടോ എല്ലാവർക്കും. ഓ, മൈഥിലി കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മമാരെല്ലാവരും അല്ലേ? വായോ, കൊടുക്കാം നമുക്ക്. വിദ്യാമ്മ എത്താണ് മൈഥിലി കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ട്. മൈഥിലി കുട്ടി ഹാപ്പി അല്ലേ? ഇതിന്റെ ഉള്ളിൽ എന്താന്നറിയോ? ഇതിന്റെ ഉള്ളില് ഡ്രസ്സായിരിക്കും. ആയിരിക്കും. ആണോ? ആണ്. കറക്റ്റ് ആണ്. അപ്പൊ അടുത്ത പ്രാവശ്യം അടുത്ത റൗണ്ടിൽ വരുമ്പോ ഇത് ഇട്ടിട്ട് വരണം. ഓക്കെ, ഞങ്ങൾ കാത്തിരുന്ന് കാണും. എല്ലാരും ചേച്ചി. Yes.